പൈസ അടയ്ക്കാൻ മനസ്സില്ല. നിങ്ങൾ കട്ട് ചെയ്യണത് എനിക്കൊന്ന് കാണണം. വണ്ടി കയറേ. നമ്മുടെ ആട്ടോ എട്. ഇവര് പാസഞ്ചർമാരെ കയറിയാൽ ഒരു ഗൗനം ഇല്ലേ? നിന്റെ അടുത്താണ്ടാ പറഞ്ഞ വണ്ടി എടുക്കാൻ. എങ്ങോട്ടാ പോണ്ടേ? നേരെ ബസ് സ്റ്റാൻഡിലോട്ട് വിട്. 11:15 ഒരു ഓളശ വരാനുണ്ട്. അത് മിസ്സായാലേ 1500 പോയി കിട്ടും. പറയണ കേട്ടാ തോന്നും ഏതോ ഗ്ലോബൽ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ആണെന്ന്. ആളുകളെ മക്കാറാക്കാൻ നീ എന്റെ വണ്ടി പോവില്ല. ആഹാ, പിന്നെ ചാരി നിന്ന് പത്രം വായിക്കാനോടാ നീ ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടിട്ടേക്കണത്? മര്യാദയ്ക്ക് വണ്ടി കയറാ. ഡ്രൈവർ വണ്ടി എടുക്ക. ഓ ഉത്തരവ്. കുരുവി കയറിയപ്പോ അവന്റെ കൂടെ ഇളവിയല്ലോ. കുരുവികളാണെങ്കിലേ നീ കൊണ്ടുപോകണോ അല്ലടാ? ഈ കുരുവിമണി ആരാണ് നിന്നെ കാണിച്ചടാ പട്ടി? എനിക്കൊന്നും രാവിലെ ഓട്ടോ ആയിട്ട് ഇങ്ങനെ കാത്തിറക്കാനൊന്നും വയ്യ. ഞാൻ നിന്റെ ശമ്പളക്കാരൊന്നും അല്ലല്ലോ. ആരെങ്കിലും കണ്ട പ്രശ്നം കേട്ടോ. ആരെങ്കിലും കാണണം, പ്രശ്നമാവണം, എന്നാലല്ലേ പ്രേമത്തിനൊരു ത്രില്ല് വരികയുള്ളൂ. എനിക്കില്ലാത്ത പേടി ആ ചേട്ടൻ എന്തിനാ? എന്നാ ഞാൻ എന്നും രാവിലെ നിന്നെ വീട്ടിൽ വന്ന് വിളിച്ച് കോളേജ് കൊണ്ടാക്കാം. ഓ പിന്നെ, വീട്ടിൽ 2 കാറുണ്ട്. ഈ അജേട്ടന്റെ ഓട്ടോയിലേ പോകുള്ളൂ പറ. നീരക്ക് ഭയങ്കര ധൈര്യല്ലേ? ധൈര്യമൊക്കെ ഇങ്ങി പുറത്താണ് കേട്ടോ. വീട്ടിൽ ഞാൻ ഇപ്പോഴും പൂച്ചയാ. ഡാഡിക്ക് കലി വന്നാ പിന്നെ മോളാണെന്നൊന്നും നോക്കൂല. പിന്നെ ഒരു ഓട്ടോക്കാരനെ എങ്ങനെ പ്രേമിക്കുന്നു എന്നറിഞ്ഞാ കൊന്നുകളയും. നിനക്ക് പ്രേമിക്കാൻ ഒരു ഓട്ടോക്കാരനെങ്കിലും കിട്ടിയല്ലോ. നിന്റെ ചേച്ചി ഉണ്ടല്ലോ, ചേരിയിൽ ഒരു കൂലിയുടെ മോനുമായിട്ട് മുടിഞ്ഞോടാ. വികാരം സൃഷ്ടിച്ച ദൈവത്തിന് നന്ദി പറയണം അല്ലേ? മറ്റെല്ലാം മറന്ന് ഈ പ്രണയസാഗരത്തിൽ നീരാടുന്നത് വല്ലാത്തൊരു സുഖം തന്നെ. ആ സുഖത്തിന് പിന്നിലുള്ള ദുഃഖം അറിയാമോ? നീ പോടാ. എന്ത് ദുഃഖം? എന്തായാലും ഞാൻ സഹിക്കാൻ തയ്യാറാ. നടേശൻ കണ്ടാക്കിയ വ്യാജ സ്പിരിറ്റ് ഒഴുക്കി കോടികൾ സമ്പാദിച്ചു കൂട്ടുകയല്ലേ. മോള് ചേരിയിലെ ഒരു പാവപ്പെട്ടവനെ പ്രേമിക്കുന്നു എന്നെങ്ങാനും അങ്ങേരെ അറിഞ്ഞാലേ? അറിഞ്ഞാ കൊന്നുകളയൊന്നുമില്ലല്ലോ. വീട്ടിൽ നിന്ന് ഇറക്കി വിടുമായിരിക്കും. സന്തോഷായിട്ട് ഞാനങ്ങ് ചേരിയിൽ വരും. എന്നിട്ട് എന്റെ രാജകുമാരനുമായിട്ട് സുഖമായിട്ട് ജീവിക്കും. പറയാ രസമാ, പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാ. എന്ത് ബുദ്ധിമുട്ട്? നിനക്ക് പ്രേമിക്കാൻ നടേശം കണ്ടാക്കിയ മോളെ കിട്ടുമോ? ഒരുങ്ങിക്കെട്ടി പ്രേമിക്കാൻ മാനം മര്യാദയായിട്ട് ജീവിച്ചോളണം, അല്ലെങ്കിൽ തിരിട്ടൊഴിച്ച് കപ്പിച്ചോളയും ഞാൻ. എന്തായി കാണിക്കുന്നത്? എവിടെയാണ് നിന്റെ രണ്ടാമത്തെ മോള്? അവൾ കോളേജിൽ പോയി. മതി, ഇവിടെ നിർത്തിക്കൊള്ളണം കോളേജും പഠിപ്പും ഒക്കെ. അച്ഛൻ ചാരായം വിറ്റ് കാശ് വാരിക്കൂട്ടുന്നു. മക്കൾ രണ്ടും കണ്ട ചാവാരിപ്പട്ടികളെ പ്രേമിച്ച് നാട് ചുറ്റുന്നു. എങ്ങനെ നന്നാവാൻ? നിന്റെ അല്ലേ സന്തതികള്? കുട്ടികളാവുമ്പോ ഒന്നുകളെ ഞാൻ എല്ലാത്തിനെയും. നീ വന്നോ? ഞാനങ്ങോട്ട് ആളയക്കാൻ തുടങ്ങിയായിരുന്നു നിന്നെ വിളിക്കാൻ. നിന്റെ ആ ചേരിയിലെ ഒരു തെണ്ടി എന്റെ മോളുമായിട്ട് കൊന്നുകളാ. നിനക്ക് എത്ര രൂപ വേണം? ഞാൻ നിന്നെ കൊല്ലാൻ പോവാ. നിനക്ക് എത്ര രൂപ വേണം? നിന്റെ മോള് നീ പറഞ്ഞ തെണ്ടിയുടെ കൂടെ ജീവിക്കും. ചെറുക്കവക്ക് ചേർത്തോ? എന്താ ഡാഡി, എന്താ ഇവിടെ ബഹളം? അത് മോനെ ബഹളമൊന്നും നടന്നില്ല മോനെ, നടക്കാൻ പോകുന്നേ ഉള്ളൂ. എന്റെ അജയന് ഇല്ല, അജിക്കൊന്നും പറ്റിയിട്ടില്ല. നീ വാ. தம்பி கொஞ்சம் ஸ்பீடா ஓடுங்கடா. என்னடா இது டிரைவிங்கா? ஹலோ
जब्बार लाला अच्छा जी साहब अच्छा ओके देवन ஏடிசி பார்சல் சர்வீஸில் நம்ம அட்ரஸில் ஒரு பார்சல் வந்திருக்கு. அதை இமீடியட்டாக கிளியர் பண்ணி என் பெங்களாவுக்கு கொண்டு வரணும். என்ன? சரி சார். Make it a safe operation. Be more cautious. Okay? பார்சல் तो एक ही है. அதில் பெரிய அளவு RDX, சின்ன அளவு ஹாஷிஷ், அதிலும் சின்ன அளவு ப்ரௌன் சுகர். புரிஞ்சுதா? மொத்தம் 20 கோழியோட ஒரு பாக்ஸ் அப்பா. அப்ப நம்ம ரொம்ப கோஷஸ் ஆக வேண்டாமா? நான் புரிஞ்சிருக்கேன். சரி சார். ஏய் தேவா, ஒரு புது ஆபரேஷன் பண்றதுக்காக நம்ம பாஸ் எங்க அனுப்பி வச்சிருக்க. இந்த ஆபரேஷன் சக்சஸ் வச்சிருக்கோ. டேய் நமக்கு ரொம்ப ரொம்ப ப்ராஃபிட் கிடைக்க போகுதுடாண்ணா. அதோட நம்ம எல்லாரும் நல்லா செட்டில் ஆயிடும்டா. ஓகே சார். அப்பா டேய் அப்ப எல்லாம் சொன்ன மாதிரி. ஓகே பி கேர்ஃபுல். சரி சார். சிக்கன் பொரிச்சு வச்சிருக்க, தண்ணி ஊற்றி வச்சிருக்க, நான் குடிக்க வரேன்டா. நீ வெயிட் பண்ணுங்கடாப்பா. ഹലോ ലാല സാബ്, ഞാൻ ദേവനാണ്. സിറ്റി മുഴുവൻ ഡോഗ് സ്ക്വാഡിന്റെ ചെക്കിംഗും റെയ്ഡും നടക്കുകയാണ്. ഏറാട് ബീച്ച് കലാപമാണ് പ്രശ്നം. പാഴ്സൽ ഓഫീസിൽ നിന്ന് നടയിൽ വരുന്നതും പോകുന്നതുമായ എല്ലാ വണ്ടികളും പോലീസുകാർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാഴ്സൽ നാളെ ക്ലിയർ ചെയ്താൽ പോലെ. മൂടിയ വായ, എനിക്കിപ്പോ പാഴ്സൽ കിടച്ചதான் ആകണം. എല്ലാ പാഴ്സൽ ഓഫീസും ചെക്ക് ചെയ്യാൻ DGPയുടെ ഓർഡർ ഉണ്ടെന്ന് എനിക്ക് മെസ്സേജ് கிடைச்சாச்சு. பார்சல் கிடைக்கிறதுக்கு லேட்டானா மொத்தம் பிராணம் 50. நீ என்ன பண்றியோ ஏது பண்றியோ எனக்கு தெரியாது. எனக்கு பார்சல் വന്നதான் ആകണം. ശരി ബോസ്, ഇന്ന് തന്നെ ക്ലിയർ ചെയ്യണമെന്ന ലാലാഭായിയുടെ ഓർഡർ. എന്താ ചെയ്യാ? അതിനൊരു വഴിയുണ്ട്. ബ്രിഡ്ജിനടുത്തുള്ള ATC പാഴ്സൽ സർവീസിൽ മുംബൈയിൽ നിന്ന് ഞങ്ങൾക്കൊരു പാഴ്സൽ വന്ന് കിടപ്പുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്തെടുത്ത് ഹോട്ടൽ പഞ്ചരത്നയിലെ നടയിലെത്തിച്ചേരണം. ഞങ്ങൾ അവിടെ ഉണ്ടാവും. വേറെ ചുമട്ടുകാരെയും കിട്ടിയില്ലേ? എനിക്ക് വയ്യ. ഇന്നത്തെ കള്ളിന്റെ കോട്ട കഴിഞ്ഞു. നസനിക്ക പ്ലീസ്, ഒരു അത്യാവശ്യ കാര്യമാണ്. ഈ ക്യാഷ് അഡീഷണൽ വെച്ചോ. ഇതാണ് ക്ലിയറൻസ് റെസിപ്റ്റ്. പാഴ്സൽ നമ്പർ ഇതിലുണ്ട്. മനസ്സമാധാനത്തോടെ ഉറങ്ങാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. പറയടാ, പറഞ്ഞില്ലേ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ആ പാർസൽ എന്തായിരുന്നു പറയടാ. എനിക്കറിയില്ല സാർ. നിനക്കറിയില്ല അല്ലേ? ആരയച്ചാടാ? പറയാമായിരുന്നു, പക്ഷെ എനിക്കറിയില്ല. ആർക്ക് കൊടുക്കാനായിരുന്നു എന്ന് പറ. എപ്പോഴോ കണ്ടിട്ടുള്ള 2 പിള്ളേര് വന്ന് പാഴ്സൽ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ കുപ്പി കിട്ടിയ സന്തോഷത്തിൽ ഞാനിങ്ങ് സംഭവിച്ചു പോയതാ. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. എന്നോടൊന്നും ചോദിക്കരുത്. അറിയില്ല അല്ലേ? സാർ മതി സാർ, ഇനി ഇടിച്ച ആ പാവം ചത്തുപോകും സാർ. ഒന്നുമില്ലെങ്കിലും പഴയൊരു SI അല്ലേ സാർ? എല്ലാം എനിക്ക് അറിയാടോ. പണ്ട് ഇവൻ SI ആയിരുന്ന സ്റ്റേഷനിലാണ് ഞാൻ ASI ജോയിൻ ചെയ്തത്. എന്താടാ ഓർമ്മയുണ്ടോ? അന്ന് കള്ളവാറ്റായിരുന്നു ഞാൻ കൈക്കൂലി വാങ്ങിച്ചെന്ന് ഇവൻ CR എഴുതി വിട്ടു. കാരണം എനിക്ക് 6 മാസം സസ്പെൻഷൻ. അമ്മയുടെ ഓർമ്മ പോലും.
ഇന്ന് ഞാൻ ഹലോ രഘുവരനല്ലേ? യെസ് സർ എടോ കസ്തംബാവെ ഉപദ്രവിക്കണ്ട, ഞാൻ ചോദ്യം ചെയ്തോളാം. അയാളെ ഇങ്ങോട്ടായി അയക്കാം സർ. കേസ് രജിസ്റ്റർ ചെയ്യണ്ട. ഓക്കെ സർ. ഇങ്ങോട്ട് വാടോ. ഗോപി, കേസ് രജിസ്റ്റർ ചെയ്തോ? ഇല്ല സർ, ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നില്ല. ഞാൻ പറയിപ്പിച്ചോളാം. ഗോപിക്കോ. സർ. ഇങ്ങോട്ടായിരുന്നു കൊണ്ടുവന്ന്. കൊള്ളാം. ഗറില്ലാരഹു പഠിച്ച പണി വന്നിട്ട് നോക്കിയതാ. ഇനിയിപ്പോ വല്യമാന്റെ ഊഴമായിരിക്കും. ആയിക്കോട്ടെ. കസംബാവാ സംഭവ പറയട്ടെ. എടാ ഹാമ്പറപ്പുകളെ, എന്നെ ചതിച്ചിട്ട് നീയൊക്കെ ഇവിടെ ഒളിച്ചിരിക്കായിരുന്നല്ലേ? നിന്നെയൊക്കെ തന്നെ നോക്കി നടന്നിരുന്നത് എന്താ ഇത്? സാർ, ഇവന്മാരെ എന്നെ കൊണ്ട് പാഴ്സൽ എടുപ്പിച്ച് ഇരിക്കുന്ന പാഴ്സൽ ഇതിനകത്ത് എന്താണെന്ന് എനിക്ക് പറയണം. അതെ, തൊടകൂടാതെ. നീ പോടാ കള്ള പന്നി. കെട്ടിപ്പോഞ്ഞ് വെച്ചിരിക്കല്ലേ അവന്റെ ഒരു ശവപ്പെട്ടി. ഇതിനകത്ത് എന്താണെന്ന് എനിക്ക് പറയണം. എടോ തുടരുത്, ഇതിനുള്ളിൽ RDX പൊട്ടി തെറിച്ച ആകെ നാശമായത് തന്നെ. പടച്ചോനെ ചെറ്റേ, അപ്പ കുഴലൂതിയത് താനാണല്ലേ? ഞാൻ ഈ വിഷപ്പാമ്പുകളെ മാത്രമേ കണ്ടുള്ളൂ. ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. താനെന്ന് അടങ്ങടോ, തന്നെ രക്ഷിക്കാനല്ലേ ഞാനിതൊക്കെ ചെയ്തത്. ഓ, എന്നെ രക്ഷിക്കാനായിരുന്നോ പോലീസ് സേവാനി ഒളിച്ചുകളി നടത്തിയത്? ഞാൻ അത് വിശ്വസിക്കണമല്ലേ? പണ്ടും താൻ എന്റെ മുമ്പിൽ ഇതുപോലെ ഒളിച്ചുകളി നടത്തിയിട്ടുള്ള തൊപ്പി തന്റെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോയ ഹാസനെ എനിക്ക് ഓർമ്മയുണ്ടോ? ഗൗരി ശങ്കർ IPS. വായ മൂട. ഏതാണോ ഈ മാംസപിണ്ഡം? അരെ ചോർമത്, ഞാൻ യാർ നിനക്ക് தெரிஞ்சதாണമാ? എടാ റാസ്കൽ, നിന്നെ ഞാൻ അകത്താക്കും. मैं सब लोग बताऊं, तू चोर है, वो चोर है, सब लोग चोर है. ചോർ ചോർ എന്നൊക്കെ അത്ര അവനെ വെളിയെ കൊണ്ടുപോയി ഒതിച്ച് കൈമാ പണങ്ങടാ. വിടോ, എന്നെ വിടോ. ബോസ് പറഞ്ഞ മാതിരി ഇഷ്ടഭക്ഷണം മൂക്കുമുട്ട കൊടുത്തതുകൊണ്ട് ഇഷ്ടന്റെ ബോധം പോയി. ഇനി ഡെസേർട്ട് ആകാം. ഐസ്ക്രീം ഒരു പുഡിംഗ്? പുഡിൻ തന്നെ ആയിക്കോട്ടെ. അയ്യോ, തട്ടിപ്പോയെന്നാ തോന്നുന്നു. ഇനി കാറ് കയറ്റി ഇറക്കൊന്നും വേണ്ട. ഏയ്, ബോസിനെ നമ്മൾ ധിക്കരിക്കരുത്. കാറ് ഒഴിവാക്കണ്ട, അതും ഭക്ഷണത്തിന്റെ ഭാഗമല്ലേ. ദ ലാസ്റ്റ് സപ്പർ. കേരള